Hi, my dear ones. Welcome to India's first animated live tuition. Hello, hi. എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? യെസ്, മിസ് എന്തിനാ വന്നിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏത് ചാപ്റ്ററിലെ 4 ക്വസ്റ്റ്യൻസ് ആണ്? യെസ്, നമ്മുടെ പ്ലസ് 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ജനറ്റിക്സ് ചാപ്റ്ററിലെ 4 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മാം ഓടി വന്നിരിക്കുന്നത്. സോ നിങ്ങൾ റെഡിയാണോ? യെസ്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു അല്ലേ? യെസ്, സ്കൂള് തുറന്നു 1 മാസം കഴിഞ്ഞു. ആൻഡ് നമ്മുടെ ജൂലൈ പകുതി ആവാണ്. ഇത് നമ്മളിവിടെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ സ്കൂളിലൊക്കെ മിഡ് ടേം എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. യെസ്, നടക്കുന്നുണ്ട്. ഓക്കെ, സ്കൂളിലൊക്കെ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ ഒക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവരാണെങ്കിൽ കഴിഞ്ഞു, അടുത്തത് തുടങ്ങി, അങ്ങനെ പല വിധത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്താ, നമുക്ക് മുന്നിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? യെസ്, നമ്മുടെ ഓണ എക്സാമിനേഷൻ. നമ്മുടെ ഓണ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പലരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. എങ്ങനെയാണ് പ്ലസ് 2 ഫസ്റ്റ് എക്സാം? യെസ്, മിഡ് ടേമിനേക്കാളൊക്കെ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് എന്തായാലും ഓണ എക്സാമിന് കൊടുക്കും അല്ലെ? യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. മാം ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പലർക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കാരണം ജനറ്റിക്സ് ഇത്ര ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നത് പ്ലസ് 2 അല്ലെ? ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇത്ര ഡെപ്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിൽ കോൺസെപ്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ചാപ്റ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പേടിക്കണ്ട മക്കളെ, അതെല്ലാം ഞാൻ ഈസി ആക്കി തരാം. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണണ്ടേ? യെസ്, ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കിയേ. ഇതിൽ ക്രോസിന്റെ കാര്യം പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? യെസ്, മാം എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കാം. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ഏത് കണ്ടീഷനിലാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഓരോ ലൈൻ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കി വേണം വായിക്കാനായിട്ട്, കേട്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ക്രോസ് നടത്തി. എന്താണ്? യെസ്, നമ്മുടെ റെഡ് ഫ്ലവർ. ആ റെഡ് ഫ്ലവർ ഏത് കണ്ടീഷനിലുള്ളതാണ്? ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. യെസ്, ആൻഡ് വൈറ്റ് ഫ്ലവർ, പിന്നീട് അവിടെ എടുത്തത് ഏതാണ്? വൈറ്റ് ഫ്ലവർ ആയിരുന്നു. അതേതാണ്? സ്മോൾ ആർ. ദാറ്റ് മീൻസ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ ബിയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ്ഡ്രാഗൺ. ഈ സ്നാപ്ഡ്രാഗൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒരു ഫിനോമിനൻ പഠിച്ചിട്ടുണ്ട്. അത് അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരണം. വിത്ത് ഫിഗർ വന്നാൽ അത്രയും നല്ലത്. ഓക്കെ, യെസ്, സ്നാപ്ഡ്രാഗൺ പ്രൊഡ്യൂസ്ഡ് all plants with pink flowers in F1 generation. അതായിരുന്നു ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? യെസ്, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒന്നാണിത് അല്ലെ? യെസ്. ഓക്കെ, പിങ്ക് കളർ ആണ്. അതായത് രണ്ട് പാരന്റിന്റെയും ക്യാരക്ടർ വന്നില്ല F1 ജനറേഷൻ. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒരു F1 പ്രോജനിയാണ് ഇവിടെ ഫോം ചെയ്തത്. അതായത് പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് അല്ലെ? പാരന്റിന്റെ കളേഴ്സ് ഏതായിരുന്നു? റെഡും വൈറ്റും ആയിരുന്നു. ഓക്കെ, നമ്മുടെ മെന്റലിന്റെ ഇതനുസരിച്ച് എന്ത് വേണം? ഐദർ റെഡ് ഓർ വൈറ്റ് അല്ലെ? യെസ്, പക്ഷെ ഇവിടെ വന്നത് ഏതായിരുന്നു? പിങ്ക് ആയിരുന്നു അല്ലെ? F1 ജനറേഷനിൽ വന്നത്. സോ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ട് എന്ന് പറയുന്നത് നെയിം ദ ജനറ്റിക് ഫിനോമിനൻ ഓഫ് ദിസ് ക്രോസ്. ഓക്കെ, മാം പറഞ്ഞു ഈ സ്നാപ് ഡ്രാഗൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ഓർത്തേക്കുക, ആ ഫിനോമിനൻ ഓർത്തേക്കുക. കാരണം ഈ സ്നാപ് ഡ്രാഗണെ കുറിച്ച് നമ്മൾ ഒറ്റ ഫിനോമിനലെ പഠിക്കുന്നുള്ളൂ അല്ലെ? യെസ്, ഇപ്പൊ പലരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പനറ്റ് സ്ക്വയർ. യെസ്, പനറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് പനറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് തന്നിട്ടില്ല എങ്കിലും നിങ്ങൾ പനറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരയ്ക്കാം, കേട്ടോ? അങ്ങനെ തന്നെ വരയ്ക്കാം, നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാകില്ല അങ്ങനെ വരച്ചാൽ. ഓക്കെ, അതല്ലാണ്ട് നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നിങ്ങളിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും മനസ്സിൽ ആൻസർ ഒക്കെ വന്നിട്ടുണ്ടാകും. യെസ് മാം, കാണിച്ചു തരാം. അപ്പൊ എ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ എന്താ? ഫിനോമിനൻ എന്താണ്?
ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. കാരണം രണ്ട് പാരന്റിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇത് വന്നില്ല F1 പ്രോജനിക്ക് അല്ലെ. യെസ്, അപ്പൊ ആ ഒരു ഫിനോമിനന്റെ പേര് എന്താണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 1 and 2. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. അതായത് എ ക്വസ്റ്റ്യൻ എഴുതിയ 1 മാർക്കും ബി ക്വസ്റ്റ്യൻ എഴുതിയ 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആ ഫിനോമിന എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. ആൻഡ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. F2 ജനറേഷൻ പറഞ്ഞിട്ടുണ്ട്. F2 ജനറേഷൻ ഏതാ വരുന്നത്? യെസ്, നമ്മൾ F1 പിങ്ക് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ എൻറ്റയർലി നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആൻഡ് നമ്മളോട് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പനറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത്. യെസ്, നമുക്ക് F1 കിട്ടിയത് എന്തായിരുന്നു? പിങ്ക് ആണല്ലേ. യെസ്, പിങ്ക് ആണ്. പിങ്ക് എങ്ങനെയാ വന്നത്? 2 പാരന്റിൽ നിന്നും വന്നതാണ്. അപ്പൊ ഇങ്ങനെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് വന്നത്. ഇതിന് നമ്മൾ സെൽഫിങ് നടത്തുന്നതാണ് അല്ലെ. F2 എന്ന് പറയുന്നത് സെൽഫിങ് നടത്തുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മുടെ പനറ്റ് സ്ക്വയർ വരയ്ക്കണം. യെസ്, പനറ്റ് സ്ക്വയർ വരയ്ക്കാണ് മാമോടെ. ഓക്കെ, നിങ്ങൾ എങ്ങനെ എഴുതണം? ഇവിടെ എന്താ വരുന്നത്? സ്മോൾ ആണ് വരുന്നത് അല്ലേ. യാ, സ്മോൾ എഴുതാം നമുക്ക്. ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ആർ ആൻഡ് ഇവിടെ സ്മോൾ ആർ. ഇവിടെ എന്താണ്? നമ്മുടെ മെയിൽ ഫീമെയിൽ. ഇത് മറക്കരുത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കുന്ന പനറ്റ് സ്ക്വയറിൽ ഉണ്ടാകണം. ആൻഡ് നിങ്ങൾ ക്രോസ് ചെയ്തോളൂ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, പിന്നെ ഇവിടെ സ്മോൾ ആർ സ്മോൾ ആർ. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾ എന്ത് എഴുതണം? ഫീനോട്ടിപ്പിക് റേഷ്യോ എഴുതണം. ഓക്കെ, ഫീനോട്ടിപ്പിക് റേഷ്യോ ഓൾറെഡി മാമോട് കൊടുത്തിട്ടുണ്ട്. ഫീനോട്ടിപ്പിക് റേഷ്യോ ഓക്കെ. യെസ്, എത്രയാണ്? 1:2:1 ആണ്. ദാറ്റ് മീൻസ് റെഡ്, പിങ്ക് ആൻഡ് വൈറ്റ്. അതായത് ഒരു റെഡ് ഉണ്ടായിരുന്നു, 2 പിങ്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് എഴുതണം ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ജീനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാണ്? യെസ്, അതിന്റെ ജീനോടൈപ്പ് ഏതാന്ന് നോക്കണം അല്ലെ. ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര വന്നിട്ടുണ്ട്? 2 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1:2:2 ആൻഡ് സ്മോൾ ആർ എത്ര വന്നിട്ടുണ്ട്? 1 എണ്ണം വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ് അല്ലെ. യെസ്, അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഈ സ്നാപ് ഡ്രാഗണിന്റെ ഡിഫറെന്റ് നെയിംസ് ഉണ്ട്, ഡോഗ് ഫ്ലവർ തന്നെ, അതൊക്കെ ഏത് ചോദിച്ചാലും ഈ ഒരു ഫിനോമിനൻ ആണെന്ന് ഓർക്കാം കേട്ടോ. ഓക്കെ, അതിൽ മാത്രമാണ് നമുക്ക് ഇന്റർമീഡിയറ്റ് കളർ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 മാർക്ക് എല്ലാവർക്കും സെറ്റ് ആണ് അല്ലെ. യെസ്, സെറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇതാണ് മാച്ച് ദ ഫോളോയിങ് ആണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇത് നമ്മുടെ ഡിസീസ് പാർട്ടിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ എൻഡില് നമ്മൾ കുറച്ച് മെന്റേലിയൻ ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. യെസ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഇപ്പൊ മാം ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലിൻഫെൽട്ടേഴ്സ്, ഡൗൺസ്, ടേണേഴ്സ്, ഫിനൈൽകീറ്റോണൂറി ഒക്കെയാണ്. ഇതല്ലാണ്ട് നമ്മൾ പഠിച്ച ഏത് വേണമെങ്കിലും ചോദിക്കാം. സിക്കിൾ സെൽ അനീമിയ വരാം, താൽസീമിയ വരാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഹീമോഫീലിയ വരാം. അപ്പൊ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ ഭാഗം ഡിസീസിന്റെ ഭാഗം നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ നോക്കിയേ. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണ് ഇവിടെ ജനറ്റിക് റീസൺ ആയിട്ട് വരുന്നത്? നമുക്കറിയാം മെയിൽസിലാണ് അല്ലേ. യെസ്, മെയിൽസിലാണ്. എന്താണ്? പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ എക്സ് ക്രോമസോം ഇൻ മെയിൽസ്. ഓക്കെ, യെസ്, നമ്മുടെ 4th വൺ ആണ്. യെസ്, XXY. ഡൗൺ സിൻഡ്രോം എന്താണ്? ട്രൈസോമി 21. മാം പഠിപ്പിച്ച ഓർമ്മയില്ലേ? യെസ്, 21st ട്രൈസോമി. ഇതവിടെ ഫസ്റ്റ് വൺ. യെസ്, നെക്സ്റ്റ് മൂന്നാമത് നോക്കിയേ. ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം ഏതിലാണ് കാണുന്നത്? യെസ്, ഫീമെയിൽസിലാണ് അല്ലെ. നമ്മൾ ക്ലിൻഫെൽട്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു മെയിൽസിലാണെന്ന്. ചിലവർക്ക് ഈ മെയിൽസിലാണോ അത് ടേണേഴ്സ്, ക്ലിൻഫെൽട്ടറിലാണ്. ഈ ക്ലിൻഫെൽട്ടറും ടേണറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായി പഠിക്കണം നിങ്ങൾ. ഓക്കെ, യെസ്, ടേണർ സിൻഡ്രോം എന്നത് ഫീമെയിൽസിലാണ്. X0 ആണ് വരുന്നത്. എന്താണ്? X0 ആണ്. യെസ്, ലാക്ക് ഓഫ് എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽസ്. ഇനി നെക്സ്റ്റ് വൺ ഫിനൈൽകീറ്റോണൂറിയ. യെസ്, അതെന്താണ്? due to autosomal recessive trait. Okay, clear അല്ലേ? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്ന 2 മാർക്ക് റെഡി അല്ലേ? യെസ്, ഇതിന് എത്ര മാർക്കാ?
2 മാർക്സ് ആണ് കേട്ടോ. 2 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, മാം പറഞ്ഞു ഈ ഡിസീസിന്റെ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഒരുപാട് ഡിസീസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ അല്ലേ. അപ്പൊ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിന്റെ റീസൺസ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഡൗൺ സിൻഡ്രോമിന്റെ ഒക്കെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ക്ലിൻഫെൽട്ടേഴ്സ് ആണെങ്കിലും ടേണേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അതായിരിക്കാം ഇങ്ങനെ കോളത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സിംറ്റംസ് അല്ല ഫീച്ചേഴ്സ്. ഓക്കെ, യെസ്. ഓക്കെ മാം, എന്തായാലും ആൻസർ കാണിച്ചു തന്നേക്കാം. Klinefelter syndrome ഇതാണ് presence of an extra X chromosome in males. That means XXY. അതും നോട്ട് ചെയ്ത് വെക്കണം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 21st trisomy. ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് lack of 1X chromosome in females. That means X0. Okay, next is phenylketonuria. That is due to autosomal recessive trait. Okay, clear. Yes, in our third question like yes, this is our third question. That is T.H. Morgan carried out several dihybrid crosses in Drosophila. Okay, mention 2 reasons for selecting Drosophila as an experimental organism. Okay, നമ്മളെ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണിത് അല്ലെ. യെസ്, T.H. Morgan ഏതിലാണ് സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്തത്? നമ്മുടെ ഡ്രോസോഫിലയിലാണ് അല്ലെ. യെസ്, ഡ്രോസോഫിലയിലാണ്. എന്തുകൊണ്ടായിരിക്കാം? വേറെ ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തിരി പോന്ന ഡ്രോസോഫിലയിൽ അദ്ദേഹം സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം? എന്താ കാരണം? അത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മെയിൻ ആയിട്ടും നമ്മൾ എഴുതേണ്ട 4 പോയിന്റ്സ് ആണ് ഇത്. പെട്ടെന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്ന് ആരും കിട്ടിയില്ല, ടെക്സ്റ്റിൽ കണ്ടില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, എന്താണ്? They could be grown on a simple synthetic medium. That is, അതായത് വളരെ എളുപ്പമാണ് അവറ്റങ്ങളെ വളർത്താനായിട്ട്. ഓക്കെ, ഇവരൊക്കെ എന്ത് സ്റ്റഡീസ് നടത്തുന്നത്? ജനറ്റിക്സ് ആണ് അല്ലെ. അപ്പൊ ഇവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ജനറേഷന്റെ മാത്രം സ്റ്റഡി നടത്തിയാൽ പോരാ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ പിടിച്ച് അതിന് മാത്രം ക്യാരക്ടർ നോക്കിയാലൊന്നും പോരാ. ഇവർക്ക് അതിന്റെ തലമുറകളുടെ സ്റ്റഡീസ് നടത്തണം. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് നാള് ലൈഫ് സൈക്കിൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിലോ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയേ, they complete their life cycle in about 2 weeks. 2 ആഴ്ച കൊണ്ട് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ്റെ ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് a single mating could produce a progeny of large numbers of flies. അതായത് ഒറ്റ മീറ്റിംഗില് ഒരുപാട് നമ്പേഴ്സ് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. And final one, the male and female flies are easily distinguishable. അതായത് മെയിലിനെയും ഫീമെയിലിനെയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും പറ്റും. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് ഡ്രോസോഫില ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇവരെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനും ഈസിയാണ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് T.H. Morgan ആരെ ഡ്രോസോഫില നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈനെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ക്വസ്റ്റ്യനും പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ്, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, ഇനി അവരുടെ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ 4ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഷുവർ 4 ആയിട്ടാണ് മാം എന്ന് വന്നത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. ഹായ്, നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. അത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്, കളർഫുൾ ആയിരിക്കില്ല. ഓക്കെ, മാം എന്തായാലും കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കളറാക്കി കൊണ്ടുവന്നതാണ്. ഓക്കെ, യെസ്, 4th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Observe the figures 1 and 2. Okay, the 1 and 2 കണ്ടല്ലോ എല്ലാവരും. Given below showing the amino acid composition of the relevant portion of beta chain of hemoglobin. Okay, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം കത്തിയിട്ടുണ്ട് ഏതാണെന്നുള്ളത് അല്ലേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ നല്ല ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് എ പാർട്ട് നോക്കാം. ഏതാണ്? Which one of the above chain shows abnormality? യെസ്, ഇത് 2 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അബ്നോർമൽ ആണ്. ഓക്കെ, ദെൻ ഏതാണ് ഈ അബ്നോർമാലിറ്റി കാണിക്കുന്ന ചെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, നമ്മുടെ ഹീമോഗ്ലോബിൻ ചെയിനിലുള്ള അമിനോ ആസിഡിന്റെ ആ ഒരു കോമ്പോസിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടെയൊക്കെ ഈ ഇങ്ങനെ ബബിൾ ആയിട്ട് ഇരിക്കുന്ന ആരാ? അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, അതില് ഒരു അമിനോ ആസിഡ് ചെയിൻ തെറ്റിയായിരിക്കുന്നത് പുള്ളി
പുള്ളിക്കാരി ശരിയല്ല ഇരിക്കുന്നത്. അത് ഏതാണ്? 1 ആണോ 2 ആണോ? എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. നെയിം ദ അബ്നോർമാലിറ്റി. ഇങ്ങനെ വരുന്ന അബ്നോർമാലിറ്റിയുടെ പേരെന്താണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗീവ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി. ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഓക്കെ, മാം പറഞ്ഞ ഡിസീസ് പോർഷനിൽ നിന്നാണ് ഇതും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് മാം ഈ 4th ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ഇട്ടത്. ഓക്കെ, യെസ് കിട്ടിയോ? എല്ലാവരും മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ടാവും. ബുക്കൊക്കെ എടുത്ത് നോക്കിയവർക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ ആയിരിക്കും അല്ലെ? യെസ് ഇതവിടെ എന്താ പറയോ, ദിവനാണ് തെറ്റിയിരിക്കുന്നത്. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാ എന്താ സെയിം ആണല്ലേ? സെയിം ബട്ട് ഡിഫറെന്റ്. ഇവിടെ ആരാ ഡിഫറെന്റ് ആയി വന്നിരിക്കുന്ന? ആരാ? യെസ് ഇവനാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഏതാ? അപ്പൊ ഇതാണോ? ഏതാ? യെസ്, ഡൗട്ട് ഒന്നും വേണ്ട. ഏതാണ്? ഫിഗർ 2 ആണ്. യെസ്, ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റി വാലിൻ വന്നിരിക്കുന്നതാണ് അല്ലെ? വെലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് വന്നിരിക്കുന്നതാണ്. ഫിഗർ 2 ആണ്. ഓക്കെ, ഏതാണ് ഈ അബ്നോർമാലിറ്റിയുടെ പേര് ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇത് പേരെന്ന് പറയുന്നത് ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. എന്താണ്? സിക്കിൾ സെൽ അനീമിയ. യെസ്, നമ്മുടെ RBCs സിക്കിൾ ഷേപ്പിലായി മാറുന്നത്. നോർമലി ഡിസ്ക് ഷേപ്പിലുള്ള RBCs എന്തായിട്ട് മാറും? യെസ്, ദ സിക്കിൾ പോലെ ആകുന്ന രോഗമാണ്. ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. പിന്നെ നമ്മളോട് ചോദിച്ച മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്തായിരുന്നു ഇതിന്റെ റീസൺ ആണ് ചോദിച്ചത്. എന്താണ്? പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെ? അല്ലെങ്കിൽ ഡ്യൂ ടു ദ സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് സിമ്പിൾ ആണ് GLU എന്ന് പറയുന്നത് ബൈ വലൈൻ, ദാറ്റ് ഈസ് VAL. ഓക്കെ, എവിടെയാണ്? ഏതാണ് പ്ലേസ്? at the 6th codon of the beta globin gene from GAG to GUG. അവിടുത്തെ കോഡോണും ചേഞ്ച് ആവുന്നുണ്ട്. GAG എന്താവുന്നു? GUG. ഓക്കെ, അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡ് മാറി എന്ത് വരുന്നുണ്ട്? വാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് മാറുന്നുണ്ട്. 6th പൊസിഷനിലാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അവിടെയുള്ള കോഡോണും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. GAG എന്താവുന്നു? GUG ആകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിന് 3 മാർക്സ് കിട്ടുള്ളൂ. ഇതും 3 മാർക്സിന് തന്നെയാണ്. ഹാഫ് ആയിട്ടാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ആൻഡ് ഇതിന് 2 മാർക്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, നമ്മുടെ ബയോളജിയില് കൂടുതലും 1 വെയിറ്റേജ്, 2 വെയിറ്റേജ്, 3 വെയിറ്റേജ് ഇങ്ങനെയായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷാവില്ലേ? മാമിനെ ഓർക്കില്ലേ? ഈ വരികളൊക്കെ ഓർക്കില്ലേ? മാമിനെ മാത്രം ഓർത്താൽ പോരാ, മാം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കില്ലേ? ഓർക്കണം. ഓക്കെ, യെസ്. ഓക്കേടാ, അപ്പൊ ഇത്രയൊക്കെയാണ് മാം പറഞ്ഞ സൂപ്പർ എന്താ പറയോ ഷുവർ 4. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ബൈ, സീ യു. ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയി കാണാം കേട്ടോ. ഓക്കെ, ബൈ.